നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നടത്തുന്നതിന് ആവശ്യമായ തുക നമുക്കിപ്പോൾ അലോട്ട്മെൻ്റ് ആയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെല്ലാം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ബിംസിൽ അലോട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, വ്യൂ അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 25-26 വർഷത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം നമ്മുടെ അലോട്ട്മെൻറ്റ് നമ്മുടെ ബിംസിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എമൗണ്ട് കാണാം, ഈ വർഷം ടോട്ടൽ വന്ന എമൗണ്ട് കാണാം. എല്ലാ എമൗണ്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. മാർച്ച് മാസമാണ്, ഫണ്ടുകളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് ബാലൻസ് എമൗണ്ട് 0 ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പല അലോട്ട്മെൻറ്റുകളും നമുക്കിപ്പോൾ ഭിന്നശേഷി, BPL സ്കോളർഷിപ്പ്, ആർട്സ്, സ്പോർട്സ്, അങ്ങനെ സ്കോളർഷിപ്പുകളെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റുകളെല്ലാം ഇവിടെ ബാലൻസ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ബാലൻസ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ നമുക്ക് 48,070 രൂപ ഈ എക്സാമിനേഷൻ്റെ അഡ്വാൻസ് ആണ്, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്ത് കാണാം നമുക്ക് ഏതൊക്കെയാണ് അഡ്വാൻസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നതാണ് 48,070 രൂപ HSC എക്സാമിനേഷൻ 2026-ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് അഡ്വാൻസ് എടുക്കണം. അപ്പോൾ മിക്കവാറും നമുക്കിതിൻ്റെ അഡ്വാൻസ് വന്നിരിക്കുന്നത് ബിംസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് അഡ്വാൻസ് നമുക്ക് അലോട്ട്മെൻറ്റുകൾ വന്നിരിക്കുന്നത് HSC പോർട്ടലിലാണ്. നമ്മുടെ പുതിയ സൈറ്റായ HSC പോർട്ടലിലാണ് നമുക്ക് ഇതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച, ഇന്നലെ വരെ തൃശ്ശൂർ ജില്ല വരെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഉടനെ അത് മറ്റുള്ള എല്ലാ ജില്ലകൾക്കും ഉടനെ വരും. എല്ലാം ഈ ആഴ്ചക്കുള്ളിലെല്ലാം വന്ന് തീരും. നെക്സ്റ്റ് ഈ ഒരു വീക്കിനുള്ളിൽ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് വന്ന് തീരും. അപ്പോൾ എല്ലാവരും ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ശ്രദ്ധിക്കുക. പ്രിൻസിപ്പൽമാർ, ചീഫ് സൂപ്രണ്ടന്മാർ തങ്ങൾക്ക് അനുവദിച്ച തുക മുൻകൂട്ടി എടുക്കേണ്ടതാണ്, അഡ്വാൻസ് ആണ് എടുക്കേണ്ടത്. കാരണം ഈ അലോട്ട്മെൻറ്റ്, നമ്മുടെ പരീക്ഷ അറിയാം, 28-ാം തീയതി വരെ പരീക്ഷയുണ്ട്. മാർച്ച് 28-ാം തീയതി വരെ എക്സാം ഉണ്ട്. അവസാന ദിവസങ്ങളിൽ ട്രഷറി ബില്ലെല്ലാം ക്യൂവിലേക്ക് പോകും. അപ്പോൾ നമ്മളത് സെറ്റിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് സെറ്റിൽ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇതിൽ നമുക്ക് സർക്കുലർ പറഞ്ഞിരിക്കുന്നത് മുൻകൂട്ടി എടുക്കേണ്ടതാണ്, അത് അഡ്വാൻസ് എടുക്കേണ്ടതാണ്. അഡ്വാൻസ് എടുത്ത തുക നമ്മൾ ബില്ലും വൗച്ചറും വെച്ച് പിന്നീട് ക്രമപ്പെടുത്തണം, സെറ്റിൽ ചെയ്യണം. അതിൻ്റെ RDD ലോക്കൽ ഓഡിറ്റ് സമയത്ത് അതിൻ്റെ പകർപ്പുകൾ ട്രഷറി സൂക്ഷിക്കണം. നമുക്ക് ഒറിജിനൽ നമ്മൾ ട്രഷറിയിൽ സെറ്റിൽ ചെയ്യും. നമുക്ക് കിട്ടിയ അഡ്വാൻസ് ഒറിജിനൽ നമ്മൾ ബില്ലിനൊപ്പം വൗച്ചർ വെച്ച് ട്രഷറിയിൽ സെറ്റിൽ ചെയ്യും. അതിൻ്റെ ഒരു പകർപ്പ് നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കണം. ഓഡിറ്റ് സമയത്ത് ഹാജരാക്കുന്നതിന് വേണ്ടി സ്കൂളിൽ ഒരു കോപ്പി സൂക്ഷിക്കണം. നിർബന്ധമായും ഓഡിറ്റ് സമയത്ത് അവർ ചോദിക്കും, അത് കാണിക്കണം. യഥാർത്ഥ ചെലവ് അനുവദിച്ച തുകയിൽ കൂടുന്ന പക്ഷം കൗണ്ടർ ഡേറ്റോടുകൂടിയ 59, അത് നമുക്ക് ബിംസ് 2.0 ഇപ്പോൾ ലഭിക്കുന്നില്ല. 2.0 ഈ കൗണ്ടർ ഡേറ്റ് കിട്ടുന്നില്ല. പകരം നമ്മൾ ബിൽ ബുക്കും കാര്യങ്ങളും വെച്ചാണ് ഇത് സെറ്റിൽ ചെയ്തതിൻ്റെ രേഖ കൊടുക്കുക. ചിലവായ തുകയുടെ സ്റ്റേറ്റ്മെന്റ്, ബില്ല്, വോച്ചർ എന്നിവ പരീക്ഷ വിഭാഗത്തിൽ വെച്ച് അധിക തുക ആവശ്യം. അതായത് നമുക്കിപ്പോൾ 45,080 രൂപ അനുവദിച്ചു, നമുക്ക് 60,000 രൂപ ചിലവായി, നമുക്ക് 45,080 രൂപ വെച്ച് സെറ്റിൽ ചെയ്യാം. ബാലൻസിനുള്ള ബില്ല്, വോച്ചർ, അതുപോലെ ഈ അഡ്വാൻസ് സെറ്റിൽ ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തുക അനുവദിക്കാനായിട്ട് സാധിക്കും. iExam സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ പൈസകൾ CSV ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇടപാടുകൾ iExam സോഫ്റ്റ്വെയറിൽ മാത്രമാണ് ചെയ്യേണ്ടത്. നിർബന്ധമായിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. കുട്ടികളുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. iExam വഴി വൗച്ചർ സമർപ്പിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാന കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ടാണ് കണക്ക് തീർക്കുന്നതിനുള്ള ഏകീകരിക്കുന്ന തുക. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാസത്തിനകം അനുവദിച്ച തുക തീർപ്പാക്കേണ്ടതാണ്. നമുക്ക് മാർച്ച് പൈസ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് സെറ്റിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ടോക്കൺ അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ ഇതാണ് അനുവദിച്ച ഉത്തരവ്. ഇനി നമുക്കത് ബിംസിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം. നമ്മൾ ബിംസിൽ ഈ അഡ്വാൻസ് എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം. നമ്മളിപ്പോൾ അലോട്ട്മെൻറ്റ് എടുത്തു, നമ്മൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തു. ഇനി ഇതിൽ ബില്ലാണ് എടുക്കേണ്ടത്. ബില്ലിൽ ന്യൂ ബില്ല് വരുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടീഷൻ പേയ്മെൻ്റ് ആണ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ ബില്ല് എടുക്കണം. ഇത് ഡീറ്റെയിൽ ഹെഡ് നമുക്ക് അതറൈറ്റ് ആണ് 34. നമുക്ക് നമ്മുടെ ഹെഡ് അതിൽ കൊടുത്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റിൽ ഹെഡ് കൊടുത്തിട്ടുണ്ട്. HOA കൊടുക്കുക. ഈ HOA സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ അലോക്കേഷൻ കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് നമുക്ക് ഇതിലുണ്ടോയെന്ന് അറിയാം. നമുക്ക് 48,070 രൂപയാണ് ഇതിൽ ബാലൻസ് ഉള്ളത്. കൃത്യമായിട്ട് അലോക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഹെഡ് ഓഫ് അക്കൗണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണം. ടൈപ്പ് ഓഫ് ബില്ല് നമ്മൾ എടുക്കാൻ പോകുന്നത് അഡ്വാൻസ് ആണ്, സെറ്റിൽമെൻ്റ് അല്ല. ഈ അഡ്വാൻസ് കൊടുത്ത് ജസ്റ്റ് ഇവിടെ സേവ് ചെയ്താൽ മതി. ഇപ്പോൾ കുറേ സ്കൂളുകളായി വിളിക്കുന്നത് അവർക്ക് ഈ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ബില്ല് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇതിനൊരു പ്രധാന കാരണം സാധ്യത ഉള്ളത്, നമ്മൾ 3-ലധികം ബില്ല് ഏത് ഹെഡിലായിക്കോട്ടെ 3 അഡ്വാൻസ് ബില്ല് ഇതിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് ബില്ല് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ 3 അഡ്വാൻസ് ബില്ലുകൾ സെറ്റിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്വാൻസ് സേവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ ആണ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ബില്ല് ഇത് സേവ് ആവുന്നില്ലെങ്കിൽ അവരത് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ സെറ്റിൽമെന്റ് കൊടുക്കുക, അഡ്വാൻസ് ടേക്കൻ യെസ്, സോറി നോ അഡ്വാൻസ് ബില്ല്. നമ്മൾ ഏതെങ്കിലും അഡ്വാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അത് ഏത് ഹെഡിലായാലും നമുക്ക് ഇവിടെ ഉള്ള ഹെഡുകളൊക്കെ മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹെഡിൽ പൈസ അഡ്വാൻസ് എടുത്തിട്ട് സെറ്റിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ, 3 ബില്ലുകൾ സെറ്റിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്വാൻസ് ബില്ല് എടുക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ വരുന്നൊരു എററാണ് ഈ ബിൽ എഡിറ്റ്. നമ്മളിങ്ങനെ ബില്ല് എടുത്തു, കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, സേവ് ചെയ്തു, ആ ബില്ല് പിന്നെ അവിടെ കിടന്നു, പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ കിടന്നു നോക്കിയാൽ അത് ബിൽ എഡിറ്റിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ 3 ബില്ല് കിടന്നാലും ഈ ഒരു ഇഷ്യൂ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ കൃത്യമായിട്ട് ഇവിടെ അഡ്വാൻസ് കൊടുത്താൽ ഇതിവിടെ സേവ് ആയി. നമ്മളിതിൽ കൃത്യമായിട്ട് കണ്ടിജന്റ് പേയ്മെന്റ് ഒക്കെ സെലക്ട് ചെയ്തു, അലോക്കേഷൻ നോക്കി, നമുക്ക് ഇതിൽ അലോക്കേഷൻ ഉണ്ട്, ബിൽ ടൈപ്പ് അഡ്വാൻസ് കൊടുത്തു, നമ്മൾ ബിൽ എഡിറ്റ് തന്നെ ഒന്നുകൂടി എടുക്കാം. നമ്മൾ നേരത്തെ ഒന്നും കൂടി ഹെഡ് മാറ്റിയ കാരണമാണ് ഉണ്ടായത്. ഇന്ത്യൻ പേയ്മെന്റ് കൊടുത്തു, സെലക്ട് ഹെഡ്, അതർ ഐറ്റം കൊടുത്തു, NOC കൊടുത്തു, HOC കൊടുത്തു, അഡ്വാൻസ് ആക്കി, സേവ് ചെയ്യാൻ ചോദിക്കും. നോർമലി ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഈ റെഫറൻസ് നമ്പർ വന്ന് ബില്ല് സേവ് ആയി. ഓക്കെ. ക്ലെയിം നമ്മളിപ്പോൾ നാളെയാണ് ബില്ല്, ഒരു പ്രീവിയസ് ഡേറ്റ് കൊടുക്കാം, ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ബില്ലിൻ്റെ അഡ്വാൻസ് ബില്ലിൻ്റെ ഡേറ്റ് കൊടുത്തത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കണം, ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം, ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഏതിനാണ് ഡേറ്റ് എടുക്കുന്നത് ആ ഡേറ്റ് കൊടുക്കുക. ഫ്യൂച്ചർ ഡേറ്റ് പറ്റില്ല, പ്രീവിയസ് ഡേറ്റ് മാത്രമേ പറ്റൂ. ടു ഡേറ്റ് നമുക്ക് അത് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. ഫ്യൂച്ചർ ഡേറ്റ് ഇവിടെ അനുവദിക്കില്ല. ഡിസ്ക്രിപ്ഷൻ HSC മാർച്ച് 2026 അഡ്വാൻസ് കൊടുത്തു. സാങ്ഷൻ ഓർഡർ നമുക്കറിയാം, നമുക്കൊരു സാങ്ഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ടാവും HSC ഇങ്ങനെ ഒരു ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡർ നമ്പർ കോപ്പി ചെയ്ത് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ ഇതിലേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി, നമ്മൾ ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഈ ഓർഡർ ഡേറ്റ് നമുക്കറിയാം, ഇതിൽ നോക്കുക, ഓർഡർ ഡേറ്റ് 19/2/26 ആണ്. എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് 48,000. നമുക്ക് എത്രയാണ് എമൗണ്ട് അത് നമ്മൾ കൊടുക്കുക, നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, ആ എമൗണ്ട് തന്നെ കൊടുക്കണം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് എത്രയെന്ന് കാണിക്കാൻ നേരത്തെ നമ്മൾ കണ്ടു. ആ അലോട്ട്മെൻറ്റ് 48,070 ആണ്. ബാലൻസ് അവൈലബിൾ 48,070 ആണ്. കൃത്യ എമൗണ്ട് കൊടുക്കണം, 48,070 അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്ലെയിം എമൗണ്ട് ഇതാണ്, നമ്മൾ സേവ് ചെയ്തു, സക്സസ്ഫുൾ. അപ്പോൾ ഈ സ്റ്റെപ്പും കഴിഞ്ഞു, ക്ലെയിം ഡീറ്റെയിൽസും കഴിഞ്ഞു. ഡിഡക്ഷൻ നമുക്കില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം, ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. ഇനി വേണ്ടത് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ്. ഇവിടെയാണ് വളരെ കൺഫ്യൂഷൻ ഉള്ളത് പലർക്കും. ഈ ഒരു ഉത്തരവ് നമ്മൾ ശ്രദ്ധിച്ചു. ഈ ഉത്തരവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഉത്തരവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് മുൻകൂട്ടി എടുക്കേണ്ടതാണ്. അത് ഏത് അക്കൗണ്ടിലേക്കാണ് എവിടേക്കാണെന്നൊന്നും കൃത്യമായിട്ട് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട ട്രസ്റ്റികൾ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൻ്റെ ഏത് ട്രസ്റ്റിയിലാണോ ബില്ല് എടുക്കുന്നത് അവരെടുത്ത് ചോദിച്ച് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക. അത്രമാത്രം നമുക്കിത് പറയാൻ പറ്റൂ. കൃത്യമായിട്ട് ഈ ഉത്തരവിൽ ഇങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അഡ്വാൻസ് എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ ട്രസ്റ്റി എന്താണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ട്രസ്റ്റിക്കാരാണ് ഈ ബില്ല് പാസ്സാക്കുന്നത്. അപ്പോൾ അവരെടുത്ത് ചോദിച്ച് അവരെങ്ങനെയാണ് പറയുന്നത് അതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതുവരെയുള്ള തുക പ്രാക്ടിക്കൽ പരീക്ഷ എല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞു. നമുക്കത് പ്രാക്ടിക്കൽ പരീക്ഷകൾ കഴിഞ്ഞു. അതിൻ്റെ നമ്മുടെ CSC ഫയല് നമുക്ക് iExam ന്ന് കിട്ടും. നമ്മുടെ iExam ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ CSC ഫയൽ നമുക്ക് അതിൽ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. ആ CSC ഫയൽ ക്ലിക്ക് ചെയ്താൽ പ്രാക്ടിക്കലിൻ്റെ ഈ CSV ഫോർ ബീംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലിൻ്റെ പൈസ നമുക്ക് കിട്ടും. ആ CSV ഫയൽ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫയൽ അപ്ലോഡ് ചെയ്യാണ്. ചൂസ് ഫയൽ കൊടുത്തു.
ഞാൻ CSV ഫയൽ ഓട്ടോമാറ്റിക് ഇവിടെ മുൻപേ ക്രിയേറ്റ് ചെയ്തു. CSV എക്സാം 2024 സെലക്ട് ഇട്ടിട്ടുണ്ട്, അത് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. സൈറ്റ് ജാമാണ്. നമുക്ക് അത് കൊടുത്തിട്ട് നേരിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാം. CSV ഫയൽ നേരിട്ട് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫയൽ അപ്ലോഡ് പറ്റും. ഫയൽ അപ്ലോഡിൽ ഇപ്പോൾ എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. CSV എക്സ്റ്റൻഷൻ ആണ്. ബെനിഫിഷ്യറി ID ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ അത് CSV ഫയലിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. നമ്മളിപ്പോൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് വരെ എത്തി. ബില്ല് നമ്മൾ എടുത്തു, ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എത്തി. നമ്മളുടെ ഫയൽ അപ്ലോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫയലിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫയൽ കറക്റ്റ് ചെയ്തു. ദെൻ ഇപ്പോൾ നമ്മൾ ഫയൽ അപ്ലോഡാണ്. നമ്മളിപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. ഡിഡക്ഷൻ സ്കിപ്പ് ചെയ്തു, ഡീറ്റെയിൽസ് കൊടുത്തു. നമ്മളിനി ബെനിഫിഷ്യറി ഡീറ്റെയിൽ ഫയൽ അപ്ലോഡ് വരുമ്പോൾ നമുക്ക് ഒരു സാമ്പിൾ ഫയൽ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സാമ്പിൾ ഫയലായിട്ട് കിട്ടും. അതിൽ നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ചൂസ് ഫയൽ കൊടുത്തു. നമ്മൾ ഈ ന്യൂ CSV ഫയൽ CSV എക്സാം 2000 നമ്മൾ സേവ് ചെയ്ത ഫയലിലൂടെ ഓപ്പൺ ചെയ്തു. ഇവിടെ നീല സബ്മിറ്റ് ബട്ടൺ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ വന്നിട്ടുള്ള എമൗണ്ട് 6769 രൂപ വന്നിട്ടുള്ളൂ. 6769 രൂപയാണ് നമുക്ക് അറിയാം ഇവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് മുഴുവൻ തുകയും വന്നിട്ടില്ല. നമുക്ക് 48,070 രൂപയുണ്ട്. ബില്ല് അഡ്വാൻസ് എടുക്കണമെങ്കിൽ മുഴുവൻ തുകയും നമുക്ക് എടുക്കണം. പാർഷ്യൽ സെറ്റിൽമെന്റ് ആണെങ്കിൽ പാർഷ്യലായിട്ട് അഡ്വാൻസ് ആണെങ്കിൽ പാർഷ്യൽ എടുക്കാം. നമ്മൾ മുഴുവൻ തുകയും നമ്മൾ അഡ്വാൻസ് എടുക്കാൻ പോവാണ്. അപ്പോൾ 6769 രൂപ വെച്ചിട്ട് ബാക്കി പൈസ ഉണ്ട് നമുക്ക് 41,184 രൂപ. അത് ഞാൻ പറയാം. ഇതിപ്പോൾ ഇവിടെ ഒരു പുതുതായിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആഡ് ഓപ്ഷൻ കണ്ടു. ഈ ആഡിൽ ആഡ് ചെയ്യാം. ഒരാളും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു കോളം വരും. കോളം വന്നു. ഇവിടെ കോളം വന്നു. നമ്മളിവിടെയാണ് ഈ ബാലൻസ് തുക 6769 രൂപ വെച്ച് ബാലൻസ് തുക ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഇത് ഞാൻ പറയും, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രഷറിക്കാർ പറയുന്ന പോലെ ചെയ്യാം. ഇത് ഒന്നുകിൽ നമ്മുടെ STSB അക്കൗണ്ടിലേക്ക് ഇടാം, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇടാം. പേഴ്സണലൊക്കെ അല്ല, ഒഫീഷ്യലായിട്ട് പ്രിൻസിപ്പാളിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കൂടുതൽ നല്ലത്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ എടുക്കുക, അതിൽ ഇൻട്രസ്റ്റ് ഒന്നും വരില്ല. സേവിങ്സ് ആകുമ്പോൾ ഈ പൈസ വന്നാൽ ആ പൈസയ്ക്ക് ഇത്ര ദിവസത്തെ ഇൻട്രസ്റ്റ് വരും. ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മളുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. സേവിങ്സ് ആണെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോട്ട് വരും. ആ സേവിങ്സ് അക്കൗണ്ടിൽ ഈ അഡ്വാൻസ് തുക എടുക്കുന്നതിന് എത്ര ദിവസം ഉണ്ടോ അത്ര ദിവസത്തേക്ക് പലിശ കിട്ടും. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ പലിശ വരില്ല, നമുക്കത് യാതൊരു ബാധ്യതയും വരില്ല. അല്ലെങ്കിൽ നമ്മുടെ STSB അക്കൗണ്ടിലേക്ക് മാറ്റാം. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നേരെ TSB അക്കൗണ്ടിലേക്ക് മാറും. നമ്മുടെ TSB അക്കൗണ്ടിലേക്ക് ആണ് മാറുമെങ്കിൽ നമ്മുടെ 14 STSB ആണ്, ഒന്നല്ല 14 സ്പെഷ്യൽ TSB അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ PD അക്കൗണ്ട് 123 PD ആണ്. നമ്മൾ PD-യിലേക്ക് മാറ്റാൻ നമുക്ക് നിർദ്ദേശം തന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ട്രഷറിക്കാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണമെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ ഒഫീഷ്യൽ പേരിലുള്ള പ്രിൻസിപ്പൽ എന്ന പേരുള്ള ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആ അക്കൗണ്ടിൽ കൊടുക്കുക. അല്ലെങ്കിൽ STSB കൊടുക്കുക. STSB കൊടുത്ത് നമുക്ക് ഈ STSB അക്കൗണ്ട് എല്ലാ വർഷവും മാർച്ച് ആ സമയമാകുമ്പോൾ 0 ആക്കും. ഏപ്രിൽ മാസം വീണ്ടും റിവേഴ്സ് പൈസ ഇട്ട് തരും. ആ പൈസ തിരിച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് 28-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് അത് അഡ്വാൻസ് STSB-ന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഏപ്രിൽ മാസം തിരിച്ചു വരുമ്പോൾ ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. നമുക്ക് പരീക്ഷ കഴിഞ്ഞാൽ ഇന്ന് വേണമെങ്കിലും അപ്പോൾ തന്നെ പ്രിൻസിപ്പൽ അക്കൗണ്ടിലേക്ക് നമുക്കൊരു ചെക്കും ഈ CSV ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ബെനിഫിഷ്യറിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. അത് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ ട്രഷറിക്കാർ പറയുന്നു, അതനുസരിച്ച് മാത്രം ചെയ്യുക. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഓതന്റിക്കേഷൻ അല്ല.
ഔദ്യോഗികതയില്ല. നമുക്ക് അഡ്വാൻസ് എടുക്കാൻ മാത്രമേ സർക്കുലർ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ വേണമെന്നുള്ളത് ട്രഷറിക്കാർ പറയുന്നത് പോലെ മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ IFSC കോഡ് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇനിയിപ്പോൾ STSB 14 STSB ആണെങ്കിൽ നമുക്ക് IFSC കോഡൊന്നും ആവശ്യം വരില്ല. ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ബാലൻസ് എമൗണ്ട് കൊടുക്കുക. ഈ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എമൗണ്ട് എത്രയാണോ അഡ്വാൻസ് ആ എമൗണ്ട് നമ്മൾ അതോടെ ടാലി ആവണം. നമുക്കിവിടെ വന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ എമൗണ്ട് നോക്കുക. 6769 നമുക്കിതിൽ എമൗണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് 48,070 രൂപയാണ് നമുക്ക് ടോട്ടൽ അലോട്ട്മെന്റ് വന്നിരിക്കുന്നത്. ആ ടോട്ടൽ അലോട്ട്മെന്റിൽ നിന്ന് നമ്മൾ ഈ ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്ന പൈസ കഴിച്ച് ബാക്കി പൈസ നമുക്കത് പ്രിൻസിപ്പാളിൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാം. ഈ പർപ്പസ് നമുക്കിവിടെ കൊടുക്കാം. 41,184 വന്നു കഴിഞ്ഞാൽ $480. ഇപ്പോൾ നമുക്ക് ഈ എമൗണ്ട് നമ്മൾ അഡ്വാൻസ് എടുത്ത എമൗണ്ടും ഈ എമൗണ്ടും ടാലി ചെയ്യാൻ മാത്രമേ സേവ് ആവുള്ളൂ. ഇപ്പോൾ നമുക്കിത് എമൗണ്ട് ഇത് വന്നു. ഇവിടെ പർപ്പസ് നമുക്ക് HSC എക്സാം കൊടുക്കാം. മുകളിൽ തന്നെ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. HSCന്ന് കൊടുക്കാൻ പറ്റും. HSC കൊടുക്കാം. ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. IFSC ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇവിടെ IFSC കോഡും അക്കൗണ്ട് നമ്പറും കൊടുത്ത് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പർപ്പസ് കഴിഞ്ഞു. അതിനുശേഷം സേവ് ബില്ല് കൊടുക്കുക. പ്രിൻസിപ്പൽ അക്കൗണ്ടിലോട്ട് അയക്കുക. അവിടെ നിന്ന് അപ്രൂവ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊസീഡിങ്സ് കൊടുക്കേണ്ടി വരും. ഇതുപോലെ ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി, ഇതൊരു ബ്ലാങ്ക് പ്രൊസീഡിങ്സ് ആണ്. അപ്പോൾ നമ്മളിതിൽ എഴുതുന്നത് അഡ്വാൻസ് ബില്ല് ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ടു ബെനിഫിഷ്യറി അക്കൗണ്ടും ബാലൻസ് എമൗണ്ട് STSB ഓർ പ്രിൻസിപ്പൾ ഇവിടെ ഏതെങ്കിലും വെട്ടി കൊടുത്താൽ മതി. ആ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ 3 മാസത്തിനുള്ളിൽ ഇത് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി ഈ പ്രൊസീഡിങ്സിൽ എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നമുക്ക് ബില്ല് ട്രഷറിയിൽ കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ട്രഷറിക്കാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു എല്ലാ ട്രഷറികളും ഒരേപോലെ ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൺസേൺഡ് ട്രഷറി എന്ത് പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ് എടുക്കുമ്പോൾ ബെനിഫിഷ്യറിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ എമൗണ്ട് നമ്മളറിയാം. പ്രാക്ടിക്കലിലെ പൈസ ഇതിന് ബില്ലും വൗച്ചറും ഒന്നും വേണ്ട. ആകെ ഒരു പ്രൊസീഡിങ്സ് മാത്രം മതി. ബില്ലും വൗച്ചറും നമ്മൾ എന്നാണോ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് അന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. പലരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചില അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ അഡ്വാൻസ് ബില്ല് എടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ ബെനിഫിഷ്യറിയുടെ ബില്ലും വൗച്ചറൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വീണ്ടും ബില്ലും വൗച്ചറും അന്വേഷിക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ട് ഈ അഡ്വാൻസ് ബില്ല് എടുക്കുമ്പോൾ ആകെ ഒരു പ്രിൻസിപ്പാളിൻ്റെ പ്രൊസീഡിങ്സ് മാത്രമേ തയ്യാറാക്കണ്ടൂ. ബില്ലും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ഒരു അഡ്വാൻസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.